ഇറാനെ വീണ്ടും ഉപദ്രവിക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനമെങ്കിൽ ചുട്ടുചാമ്പലാക്കാൻ ഒട്ടും മടി കാണിക്കില്ല എന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഹിസ്ബുള്ള രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രായേലിന് ചിന്തിക്കാൻ പോലും ആകാത്തത്ര വലിയ ആപത്തായിരിക്കും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന മുന്നറിയിപ്പിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് സയനിസ്റ്റ് ഭരണകൂടം. അമേരിക്കയുമായി ചേർന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ഹിസ്ബുള്ള മറക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? എന്നാൽ അങ്ങനെയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ഭീതിയും അശാന്തിയും വിതയ്ക്കുന്ന സയനിസ്റ്റ് ഭരണകൂടത്തിന് ലഭിച്ച ഏറ്റവും വലിയ മുന്നറിയിപ്പുകൾ ഒന്ന് തന്നെയാണിത്. സ്വന്തം സൈനിക മേൽക്കോയ്മയിൽ അഹങ്കരിക്കുകയും അയൽരാജ്യങ്ങളുടെ പരമാധികാരത്തെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ ഈ പ്രഖ്യാപനം വലിയൊരു പ്രഹരമായിട്ട് മാറിയിട്ടുണ്ട്. അത്യാധുനിക മിസൈൽ ശേഖരവും കൃത്യതയാർന്ന ആക്രമണ ശേഷിയുമുള്ള പോരാളികളും അടങ്ങുന്ന ഹിസ്ബുള്ളയുടെ പ്രതിരോധ വ്യൂഹം ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിടാൻ ശേഷിയുള്ളതാണ് എന്ന കാര്യം ഇസ്രായേലിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയോ ലെബനനെതിരെയോ നടത്തുന്ന ഏതൊരു കടന്നുകയറ്റവും സ്വന്തം രാജ്യത്തിന്റെ നാശത്തിലേക്ക് വഴിവെക്കുമെന്ന തിരിച്ചറിവ് ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ വലിയ ആശങ്ക ഇപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി മേഖലയിൽ തുടരുന്ന അധിനിവേശങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും ഇനി നിശബ്ദമായ അന്ത്യം ഉണ്ടാകില്ല എന്നും തിരിച്ചടികൾ അതിരൂക്ഷമായിരിക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് പശ്ചിമേഷ്യൻ സൈനിക സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. സമാധാനം തകർത്തുകൊണ്ട് ഏകപക്ഷീയമായി ആക്രമണം നടത്താമെന്ന ഇസ്രായേലിന്റെ ധാരണയ്ക്കാണ് ഇതിലൂടെ കനത്ത തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്താണ് വാർത്ത എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കാം. ഒപ്പം ഹിസ്ബുള്ളയുടെ ഈ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ലെബനീസ് പാർലമെന്റ് അംഗവും ഹിസ്ബുള്ളയുടെ പ്രമുഖ നേതാവുമായിട്ടുള്ള നൗഹാദ് അൽ മുസാവി പുറപ്പെടുവിച്ച കടുത്ത താക്കീത് അന്താരാഷ്ട്ര സമൂഹത്തെയും പാശ്ചാത്യ ശക്തികളെയും ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലവിലെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും നാളെയോ മറ്റന്നാളോ അത് കൂടുതൽ ഭയാനകമാകുന്ന രീതിയിൽ പുനരാരംഭിച്ചേക്കുമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. വരും മണിക്കൂറുകൾക്കുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേവലം ഒരു വാക്കല്ല, മറിച്ച് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾക്കും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും നേരെ നീളുന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ്. ഇസ്രായേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഭാവനയ്ക്ക് പോലും അപ്പുറത്തുള്ള കനത്ത തിരിച്ചടികളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ അവർ നേരിടേണ്ടി വരിക എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഹിസ്ബുള്ള നൽകുന്നത്. പ്രത്യേകിച്ച് അയൽരാജ്യമായ ഇറാനെതിരെ ചെറിയൊരു നീക്കത്തിന് പോലും ഇസ്രായേൽ മുതിർന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഹിസ്ബുള്ള വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അത്തരം ഒരു നീക്കം ഉണ്ടായാൽ സർവ്വശക്തിയും ഉപയോഗിച്ച് ഹിസ്ബുള്ള പോരാട്ടത്തിലേക്ക് ഇറങ്ങും. അന്താരാഷ്ട്ര നിയമങ്ങളെയും ജനീവ കരാറുകളെയും കാറ്റിൽ പറത്തി ഇസ്രായേൽ നിരന്തരം നടത്തുന്ന ആക്രമണങ്ങളും രഹസ്യ സ്ഫോടനങ്ങളും ഇനി വെറുതെ വിടാൻ കഴിയില്ല എന്നും അതിനെല്ലാം അക്കമിട്ട് മറുപടി നൽകുമെന്നും ഹിസ്ബുള്ളയുടെ നേതൃത്വം വ്യക്തമാക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റ് തന്നെയാണ് ഇസ്രായേൽ വീശിയിരിക്കുന്നത്. തെക്കൻ ലെബനന്റെ ഓരോ അതിർത്തി പ്രദേശങ്ങളിലും അങ്കണങ്ങളിലും തങ്ങളുടെ പോരാളികൾ പൂർണ്ണ സജ്ജരായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും ശത്രുവായ ഇസ്രായേലിന്റെ ഓരോ സൂക്ഷ്മ ചലനങ്ങളും തങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും ഒരൊറ്റ നിർദ്ദേശത്തിനായി മാത്രമാണ് പ്രതിരോധ സേന കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഈ ഘട്ടത്തിൽ പശ്ചിമേഷ്യയുടെ സമീപകാല ചരിത്രത്തിലേക്ക് കൂടി കണ്ണോടിച്ചാൽ ഇസ്രായേൽ പെയ്തിറക്കിയ വിനാശകരമായ അതിക്രമങ്ങളുടെയും ക്രൂരതകളുടെയും നീണ്ടൊരു നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരിക്കലും ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കാത്ത വിധമാണ് അവരവിടെ ചെയ്തത്. ഭൂമിശാസ്ത്രപരമായി ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെയും ഫലസ്തീനിലെ സാധുക്കളായ ജനങ്ങളെയും നിരന്തരം ഭീതിയുടെ നിഴലിൽ നിർത്തുക എന്നത് ഇസ്രായേലിന്റെ ഒരു നയമാണ്. ഐക്യരാഷ്ട്രസഭയുടെ വിലക്കുകളെയോ അന്താരാഷ്ട്ര നയതന്ത്ര തത്വങ്ങളെയോ ഒട്ടും വകവെക്കാതെയാണ് ഇസ്രായേൽ ഭരണകൂടം പശ്ചിമേഷ്യയിൽ സ്വന്തം സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്ക് നേരെ അവർ അഴിച്ചുവിട്ട വംശഹത്യയുടെയും അടിച്ചമർത്തലുകളുടെയും ചിത്രങ്ങൾ ഏതൊരു മനുഷ്യ സ്നേഹിയുടെയും ഉള്ളുലയ്ക്കുന്നത് തന്നെയാണ്. പിറന്ന മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട അഭയാർത്ഥികളാക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോരയിലും കണ്ണീരിലുമാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ഇന്നത്തെ അടിത്തറ പോലും നിൽക്കുന്നത്. ഗാസയെ ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലാക്കി മാറ്റി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണവും കുടിവെള്ളവും മരുന്നും പോലും നിഷേധിച്ച് അവർ നടത്തിയ ക്രൂരമായ ഉപരോധങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിലെ മാനുഷിക സമാധാനത്തെ പൂർണ്ണമായും തകിടം മറിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികളും സ്ത്രീകളും രോഗികളും അടങ്ങുന്ന നിരപരാധികളായ ജനവിഭാഗത്തിന് മേൽ അത്യാധുനിക ബോംബുകൾ വർഷിക്കുമ്പോൾ ഇസ്രായേൽ എല്ലാവിധ മനുഷ്യത്വപരമായ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും സയനിസ്റ്റ് ഭരണകൂടം പറഞ്ഞത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതെന്നായിരുന്നു. ഇസ്രായേലിന്റെ ഭീകരത കേവലം ഫലസ്തീന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല.
അയൽരാജ്യങ്ങളായ ലബനനുമേലും സിറിയയ്ക്കുമേലും ഇസ്രായേൽ നിരന്തരം വ്യോമാക്രമണങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും നടത്തിപ്പോന്നു. ലബനന്റെ പരമാധികാരത്തെയും വ്യോമാതിർത്തിയെയും വകവയ്ക്കാതെ അവർ നടത്തിയ നിഴൽ യുദ്ധങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും പശ്ചിമേഷ്യ ഒന്നാകെ ഒരു വെടിമരുന്ന് ശാലയ്ക്ക് മുകളിലാണ് നിർത്തിയത്. ഈ നിരന്തരമായ അതിക്രമങ്ങളും ഭീഷണികളുമാണ് മേഖലയിലെ പ്രാദേശിക പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് പ്രധാന കാരണമായിട്ടുള്ളത്. അതായത് ഇസ്രായേലാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഒക്കെ വളമായത്. ഇസ്രായേൽ നടത്തുന്ന അനീതികൾക്കും ക്രൂരതകൾക്കുമെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണമായിട്ടാണ് ലബനിലെ ജനങ്ങൾ ഹിസ്ബുള്ളയെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ ജനപിന്തുണ നൽകുന്നത്. അവർ തീവ്രവാദികളാണ് എന്ന ഒരു നരേഷൻ ഇസ്രായേലും അമേരിക്കയും ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഫലവത്താവാത്തതിന്റെ കാരണവും ഇതാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലോകരാജ്യങ്ങൾ നടത്തുന്ന എല്ലാവിധ നയതന്ത്ര ശ്രമങ്ങളെയും ഇസ്രായേൽ തങ്ങളുടെ ആധിപത്യ മനോഭാവം കൊണ്ട് തകർത്തെറിയുകയായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന കരാറുകളും സമാധാന ചർച്ചകളും ഇസ്രായേലിന് എപ്പോഴും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും വീണ്ടും ആക്രമണങ്ങൾ നടത്താനുമുള്ള സമയം നീട്ടിക്കൊടുക്കാനുള്ള വെറും ഒരു ഉപാധി മാത്രം. ഇപ്പോൾ നിലവിലുള്ള താൽക്കാലിക കരാറുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും തങ്ങളുടെ പഴയ അധിനിവേശ തന്ത്രങ്ങളും ഭീഷണിപ്പെടുത്തലുകളും പുനരാരംഭിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഇത്രയും വഷളാവാനുള്ള കാരണവും ഇസ്രായേൽ തന്നെയാണ്. അവരുടെ ആധിപത്യവും സൈനിക ശക്തിയും സ്ഥാപിച്ചെടുക്കാൻ ഇസ്രായേൽ ആസൂത്രിതമായി സൃഷ്ടിച്ച സാമ്പത്തിക, സാമൂഹിക, ഭൗതിക തകർച്ചകൾ പശ്ചിമേഷ്യൻ മേഖലയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിപ്പിച്ചു. ഭയത്തിന്റെ മുനമ്പിൽ നിർത്തി ഒരു ജനതയെ എക്കാലവും ഭരിക്കാമെന്ന ഇസ്രായേലിന്റെ ഭ്രാന്തമായ അഹങ്കാരത്തിനാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഈ ശക്തമായ താക്കീതിലൂടെ വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ഇനിയും മിണ്ടാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവർ ഇതിലൂടെ അടിവരയിട്ട് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ എടുക്കുന്ന ഓരോ തീരുമാനവും പശ്ചിമേഷ്യയുടെ നാളത്തെ ചരിത്രത്തെയും നിലനിൽപ്പിനെയും തന്നെ നിർണയിക്കുന്നതായിരിക്കും. തുടർച്ചയായ അതിക്രമങ്ങളിലൂടെയും യുദ്ധക്കൊതിയിലൂടെയും ഒരു വൻകരയെ തന്നെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട ഇസ്രായേലിന് ഇനി വരാനിരിക്കുന്നത് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. ഇതിന്റെ വ്യക്തമായ സൂചനയാണ് മേഖലയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഇസ്രായേലിന്റെ അഹങ്കാരത്തിനും അധിനിവേശങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ പ്രാദേശിക പ്രതിരോധ ശക്തികൾ സർവ്വസജ്ജരായി കഴിഞ്ഞു എന്ന തിരിച്ചറിവ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും വരും ദിവസങ്ങളിലെ യുദ്ധങ്ങളെയും കൂടുതൽ ചൂട് പിടിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയണം. പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ ഒഴിയാതെ നിൽക്കുന്ന ഏറ്റവും കലുഷിതമായ അധ്യായങ്ങൾ ഒന്ന് തന്നെയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത. കേവലം രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം ഒന്നുമല്ല ഇത്, മറിച്ച് അധിനിവേശവും പ്രതിരോധവും തമ്മിലുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു ദീർഘകാല പോരാട്ടത്തിന്റെ കഥ തന്നെയാണ് ഇപ്പോൾ. ഇസ്രായേലിന്റെ സാമ്രാജ്യത്വ നിലപാടുകൾ തന്നെയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായത്. ഈ വൈരത്തിന്റെ ചരിത്രപരമായ വേരുകൾ ചെന്നെത്തുന്നത് 1982 ഇസ്രായേലിന്റെ ലെബനൻ അധിനിവേശത്തിലാണ്. ഫലസ്തീൻ വിമോചന പോരാളികളെ അടിച്ചമർത്താൻ എന്ന പേരിൽ ലെബനിലേക്ക് അധിനിവേശം നടത്തിയ ഇസ്രായേൽ സൈന്യം തലസ്ഥാനമായ ബെയ്റൂട്ട് വരെ പിടിച്ചെടുക്കുകയും തെക്കൻ ലെബനിൽ ദീർഘകാല അധിനിവേശം ഉറപ്പിക്കുകയും ചെയ്തു. ഈ കടന്നുകയറ്റവും അതിനെ തുടർന്ന് സാധാരണക്കാരായ ലെബനീസ് ജനത അനുഭവിച്ച കെടുതികളുമാണ് ഹിസ്ബുള്ള എന്ന പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ ജനനത്തിലേക്ക് വഴിവെച്ചത്. ഇസ്രായേൽ സൈന്യത്തെ സ്വന്തം മണ്ണിൽ നിന്ന് തുരത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഈ പ്രസ്ഥാനം വലിയ ജനപിന്തുണയോടെ വേഗത്തിൽ തന്നെ വളർന്നു വന്നു. വർഷങ്ങൾ നീണ്ട ശക്തമായ ഗറില്ല പോരാട്ടങ്ങൾക്കൊടുവിൽ 2000 ഇസ്രായേൽ സൈന്യത്തിന് തെക്കൻ ലെബനിൽ നിന്ന് നാണം കെട്ട് പിൻവാങ്ങേണ്ടി വന്നു. ഇത് അറബ് ലോകത്തിന് ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു സ്വീകാര്യതയും നൽകി. എന്നാൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഷെബോഫാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാകാതിരുന്നതും ലെബനന്റെ വ്യോമാതിർത്തി ലംഘിച്ചുള്ള നിരന്തര ആക്രമണങ്ങളും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ പിന്നെയും നിലനിർത്തിപ്പോന്നു. 2006 ഈ വൈര്യം അതിന്റെ ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് വഴിമാറി. 34 ദിവസം നീണ്ടുനിന്ന ക്രൂരമായ പോരാട്ടത്തിൽ ഇസ്രായേൽ ലെബനന്റെ അടിസ്ഥാന സൗകര്യങ്ങളും സാധാരണക്കാരുടെ വസതികളും ബോംബെറിഞ്ഞ് തകർത്തു. എന്നിരുന്നാലും തങ്ങളുടെ സൈനിക ശേഷിയും റോക്കറ്റ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇസ്രായേൽ കരസേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചു എന്നതും പറയണം. ഈ യുദ്ധത്തോടെ കേവലം ഒരു ഗറില്ല സംഘം എന്നതിലുപരി അത്യാധുനിക ആയുധ ശേഖരമുള്ള ശക്തമായ സമാന്തര സൈന്യമായി ഹിസ്ബുള്ള മാറിയതായിട്ട് ലോകം തിരിച്ചറിയുകയായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളും ഹിസ്ബുള്ള നേതാക്കൾക്ക് നേരെയുള്ള വധശ്രമങ്ങളും മേഖലയിലെ പിരിമുറുക്കം നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ ഇടപെടലും ഇറാനിൽ നിന്നുള്ള അത്യാധുനിക മിസൈലുകളുടെ വരവും ഇസ്രായേലിനെ വലിയ ആശങ്കയിലാഴ്ത്തി. ഇസ്രായേലിന്റെ ഏത് ആക്രമണത്തിനും ശക്തമായ പ്രത്യാക്രമണം നടത്താൻ പാകത്തിൽ 10,000 മിസൈലുകളും പരിശീലനം ലഭിച്ച പോരാളികളും അടങ്ങുന്ന പ്രതിരോധ ശൃംഖല ഹിസ്ബുള്ള കെട്ടിപ്പടുത്തു. ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ പ്രത്യാക്രമണ ശേഷിയുള്ള പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ ഭയക്കുന്ന പ്രധാന പ്രാദേശിക ഭീഷണികളിൽ ഒന്നായിട്ട് ഹിസ്ബുള്ള നിലകൊള്ളുമ്പോൾ
തങ്ങളുടെ പരമാധികാരത്തിന് മേൽ ഇസ്രായേൽ നടത്തുന്ന ഓരോ കടന്നുകയറ്റത്തിനും മറുപടി നൽകാൻ അവർ സജ്ജമായിട്ടാണ് നിൽക്കുന്നത്. ഇസ്രായേലിന്റെ അധിനിവേശ മനോഭാവവും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ പ്രതിരോധ നിലപാടുകളും തുടരുന്നിടത്തോളം കാലം ഈ വൈര്യം പശ്ചിമേഷ്യയെ ഒരു വെടിമരുന്ന് ശാലയായി തന്നെ നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. എന്തായാലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ മുന്നറിയിപ്പ് ഇസ്രായേലിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഇനിയും ഇറാനെ ആക്രമിച്ചാൽ വലിയ രീതിയിലുള്ള പ്രതിരോധമായിരിക്കും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.